എല്ലാവർക്കും പുതിയൊരു ട്രാവൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ബാംഗ്ലൂരിലുള്ള ബെന്നാർക്കട്ട ബയോളജിക്കൽ പാർക്കിലേക്കാണ്. ഞങ്ങൾ രാവിലെ 9 മണിയോടെ ബെന്നാർക്കട്ടയിലെത്തി. ഇങ്ങോട്ട് വരുന്നവർ പരമാവധി നേരത്തെ തന്നെ എത്താൻ ശ്രമിക്കണം. ഇവിടേക്കുള്ള ടിക്കറ്റ് നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അങ്ങനെ എൻട്രൻസിലെത്തി ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത ടിക്കറ്റ് കാണിച്ചു കൊടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ഇവിടെ സഫാരി, സൂ, ബട്ടർഫ്ലൈ ഗാർഡൻ എന്നീ 3 ഓപ്ഷനാണുള്ളത്. ഇത് നിങ്ങൾക്ക് ഓരോന്നായിട്ട് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ 3 കൂടിയുള്ള കോംബോ ആയിട്ട് ബുക്ക് ചെയ്യാം. ഞങ്ങൾ കോംബോ ആണ് തിരഞ്ഞെടുത്തത്. ഇവിടെ AC ബസ് സഫാരിയും അതുപോലെ നോൺ AC ബസ് സഫാരിയും ഉണ്ട്. ഞങ്ങൾ നോൺ AC ബസ് സഫാരിയാണ് തിരഞ്ഞെടുത്തത്. ഇവിടെ വരി നിന്ന് ഓരോ ബസ്സിലായിട്ട് കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ വരി നിന്ന് ബസ്സിൽ കയറി യാത്ര തുടങ്ങി. നമ്മുടെ ഫസ്റ്റ് സൈറ്റിങ് മ്ലാവാണ്. അങ്ങനെ വീണ്ടും യാത്ര ചെയ്ത് ആനയുടെ ആവാസ പാർപ്പിടത്തിനുള്ളിലെത്തി. ഞങ്ങൾ ഈ യാത്ര പോയത് പൂജ ഹോളിഡേയ്സിന് സമയമായതിനാൽ ഇവിടെ സഫാരിക്ക് ഉപയോഗിക്കുന്ന വണ്ടികളെല്ലാം പൂജിച്ചിട്ടുണ്ടായിരുന്നു. പൂജയുടെ ഭാഗമായിട്ട് വണ്ടിയുടെ മുമ്പിൽ ചെറിയ വാഴകളൊക്കെ വെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അത് തിന്നാൻ വന്നതാണ് അമ്മയും കുഞ്ഞും. അങ്ങനെ ആനയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. സാധാരണ സൂകളിൽ ഓരോ ചെറിയ കൂടുകളാക്കി ഓരോ മൃഗങ്ങളെ പാർപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ വലിയൊരു പ്രദേശം തന്നെ മൃഗങ്ങളുടെ വാസസ്ഥലമാക്കുകയാണ് ചെയ്യുന്നത്. ആ പ്രദേശത്തിന് ചുറ്റും മതിലുകൾ കെട്ടി വേർതിരിച്ചിട്ടുമുണ്ട്. അങ്ങനത്തെ വലിയ കൂടുകളിലുള്ളിലൂടെയാണ് നമ്മുടെ ബസ് പോകുന്നത്. അതുകൊണ്ട് തന്നെ സൈറ്റിങ്സ് ഒക്കെ നല്ലോണം പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ കൂടുകളിൽ അകത്തേക്കും പുറത്തേക്കും കടക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഗേറ്റുകളുണ്ട്. അവിടെയൊക്കെ ഓരോ ഗാർഡുമാരും നിൽക്കുന്നുണ്ടാവും. അവരാണ് ഈ ഗേറ്റ് തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മളുള്ളത് കരടിയുടെ ആവാസ പാർപ്പിടത്തിനുള്ളിലാണ്. കരടി റോഡിന് അരികിൽ വന്ന് കിടക്കാണ്. കരടി നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. വണ്ടി അടുത്ത് വന്ന് നിന്നിട്ടും അറിഞ്ഞിട്ടില്ല. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സിംഹത്തിന്റെ ആവാസ പാർപ്പിടത്തിനുള്ളിലൂടെയാണ്. സിംഹം ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം വണ്ടിയുടെ മുമ്പിൽ നിന്ന സിംഹം വഴിയിൽ നിന്ന് മാറിയിട്ടുണ്ട്. അങ്ങനെ ആ സിംഹത്തെ വിട്ട് യാത്ര തുടർന്നു. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ഇവിടെ ഒരു പെൺസിംഹം പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഗതികെട്ട പുലി മാത്രമല്ല, സിംഹവും പുല്ല് തിന്നുമെന്ന് മനസ്സിലായില്ലേ? നമ്മൾ കടുവയുടെ കൂട്ടിനുള്ളിലാണ്. കടുവേനെ നമുക്ക് കൂടിന്റെ അവസാനം എപ്പോഴാണ് കാണാൻ കഴിഞ്ഞത്. കടുവ ഇവിടെ ഗേറ്റിന്റെ അടുത്ത് വന്ന് നിൽക്കാണ്. ഇനി നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ കടുവേനെ അവിടുന്ന് മാറ്റണം. അതിനു വേണ്ടിയിട്ട് ഗാർഡ് കടുവേനെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സഫാരി കഴിഞ്ഞ് അടുത്ത സ്ഥലമായിട്ടുള്ള ബട്ടർഫ്ലൈ പാർക്കിലേക്കാണ് പോകുന്നത്. സഫാരി കഴിഞ്ഞിട്ട് നമ്മൾ വന്ന ബസ് ബട്ടർഫ്ലൈ പാർക്കിന്റെ അടുത്ത് തന്നെയാണ് നിർത്തുക. അപ്പോൾ അവിടെ നമ്മൾ നടന്ന് ബട്ടർഫ്ലൈ പാർക്കിന്റെ എൻട്രൻസിന് അടുത്തി. ഇവിടെയും നേരത്തെ നമ്മൾ കാണിച്ച ടിക്കറ്റ് കാണിച്ച് ഉള്ളിലേക്ക് കയറി. ഇവിടെ ഇതുപോലെ പൂമ്പാറ്റകളുടെ ചിറകുകളൊക്കെയുള്ള ഫോട്ടോ പോയിന്റുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ ബട്ടർഫ്ലൈ പാർക്കിലൂടെ നടന്ന് നേരെ ചെന്ന് കയറുന്നത് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയ ഇൻഡോർ ബട്ടർഫ്ലൈ പാർക്കാണ്. ഇതാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇൻഡോർ ബട്ടർഫ്ലൈ പാർക്ക്. ഇവിടെ നമുക്ക് ധാരാളം പൂമ്പാറ്റകളെ കാണാൻ കഴിയും.
പൂമ്പാറ്റകളെ വലിയൊരു കെട്ടിടത്തിനുള്ളിലാക്കി പൂമ്പാറ്റകൾക്ക് വേണ്ട സസ്യങ്ങളും മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കി നിർമ്മിക്കുന്നതാണ് ഇൻഡോർ ബട്ടർഫ്ലൈ ഗാർഡനുകൾ. അത്തരം ഒരു ബട്ടർഫ്ലൈ ഗാർഡനാണിത്. ഇവിടെ കൂടുതലായി കാണുന്ന കുറച്ച് പൂമ്പാറ്റകളെ കണ്ടാലോ? ദേ ഇതൊക്കെയാണവ. പിന്നെ ഈ ഗാർഡന് നടുവിലായിട്ടൊരു കുളവും ആ കുളത്തിൽ കുറച്ച് മീനുകളും ഉണ്ട്. ഇത്രയുമാണ് ഇൻഡോർ ബട്ടർഫ്ലൈ ഗാർഡനുള്ളിലത്തെ കാഴ്ചകൾ. ഇനി നമുക്കിതിൻ്റെ പുറത്തേക്ക് കിടക്കാം. പുറത്തേക്ക് കിടക്കുന്ന വഴി ഇതുപോലെ ഇവിടത്തെ പൂമ്പാറ്റകളെ കുറിച്ചും അതുപോലെ ലോകത്തെ പല ഭാഗത്തുള്ള പൂമ്പാറ്റകളെ കുറിച്ചും വിവിധ ഷഡ്പദങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്കിവിടെ കാണാവുന്നതാണ്. പിന്നെ ഇതുപോലെ പൂമ്പാറ്റകളെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുമുണ്ട് ഇവിടെ. അങ്ങനെ ഇൻഡോർ ബട്ടർഫ്ലൈ ഗാർഡൻ കണ്ട് പുറത്തിറങ്ങി. പുറത്ത് ഇതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ ചെറിയ പാർക്കും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ബട്ടർഫ്ലൈ ഗാർഡൻ കണ്ട് ഞങ്ങൾ നേരെ പോയത് അടുത്തത് സൂ കാണാനാണ്. സൂവിൻ്റെ എൻട്രൻസിലും നേരത്തെ കാണിച്ച ടിക്കറ്റ് വീണ്ടും കാണിക്കും. അങ്ങനെ ടിക്കറ്റ് കാണിച്ച് ഉള്ളിൽ കയറി. ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ ജിറാഫുകളെയാണ് കാണാൻ കഴിയുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൂ മുഴുവൻ നടന്നു കാണാം, അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ ബഗ്ഗി സർവീസ് ബുക്ക് ചെയ്തു നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൂ കാണാവുന്നതാണ്. നീൽഗായാണ് അടുത്തത് കാണാനുള്ളത്. അടുത്തത് കരടിയാണ്. എന്തോ കൊടുത്തിട്ടുള്ള പഴങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കരടി. അടുത്തത് ഹിപ്പോപ്പൊട്ടാമസുകളാണ്. കൂടുതൽ നേരവും വെള്ളത്തിൽ കിടക്കാൻ ഇഷ്ടമുള്ളവർ ഇവിടെയും നമുക്ക് വെള്ളത്തിലാണ് കാണാൻ കഴിയുക. അടുത്തത് പക്ഷികളാണ്. നമ്മുടെ മലമുഴക്കി വേഴാമലടക്കം ധാരാളം പക്ഷികളുമുണ്ട് ഇവിടെ. കിങ് കോബ്ര എന്ന രാജവെമ്പാല എന്തിനെയോ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാമ്പ്. ഇവിടെ ഇവർക്ക് തിന്നാനായി ചെറിയ ചെറിയ എലികളാണ് ഇവർ ഇട്ട് കൊടുക്കുന്നത്. അവസാനമായി കുറച്ച് മുതലകളെയും കാണിച്ചു നിർത്തുകയാണ്. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.